ഹലോ ഓൾ, വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിജ്ഞാപനമായിട്ടാണ്. അതായത് ഓൾറെഡി നമുക്ക് സർവീസിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രൊമോഷന് വേണ്ടിയിട്ടും അവർക്ക് കേട്ടിട്ട് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മളിപ്പം പത്രങ്ങളിലും ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സർവീസ് ബാച്ചുകാർക്ക് പ്രത്യേകമായി വന്നിരിക്കുന്ന കേട്ടറ്റിൻ്റെ വിജ്ഞാപനത്തിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പലർക്കും പല കൺഫ്യൂഷനുകൾ ഉണ്ടാവും. കാറ്റഗറി 1 ആർക്ക് കൊടുക്കാൻ പറ്റും, കാറ്റഗറി 2 ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുക, 3 ആർക്കാണ്, 4 ആർക്കാണ്, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേട്ടറ്റ് സ്പെഷ്യൽ എക്സാം ഫെബ്രുവരി 2026 വിജ്ഞാപനത്തിനെ പറ്റി നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു വിജ്ഞാപനം ആർക്കൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 2025-26 കാലഘട്ടം വരെ ആർക്കൊക്കെയാണോ സർവീസിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ആ അധ്യാപകർക്കും അതുപോലെ ഇനി അനധ്യാപകരായവർക്ക് പ്രൊമോഷൻ ലിസ്റ്റിന് വേണ്ടി കേട്ടിട്ട് നിർബന്ധമാക്കിയിരിക്കുന്ന അധ്യാപകർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കേട്ടറ്റാണ് എന്ത് ഈ സ്പെഷ്യൽ ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിലുള്ള ഈ കേട്ടറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി സർവീസിലുണ്ട്, ഇനി പ്രൊമോഷന് കാത്തിരിക്കുന്നവർ. അപ്പോൾ ഈ ഇത്രയും അധ്യാപകർ ഇതിൽ സർവീസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള കേട്ടറ്റാന്ന് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒരിക്കലും സർവീസ് കയറാത്ത ആരും ഈ ഒരു കേട്ടറ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. സർവീസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള കേട്ടറ്റാണ്. ഇനി ഈ ഓരോ കാറ്റഗറിയിലെ മാർക്കൊക്കെ എന്തൊക്കെ എഴുതാൻ പറ്റും? ഒന്നാമത്തതാണ് ലോവർ പ്രൈമറി. അതായത് കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് കാറ്റഗറി 1 എന്ന് പറയുന്നത്. അതായത് 1 മുതൽ 4 വരെ ക്ലാസ്സുകാർക്കുള്ള കേട്ടറ്റാണ് എന്ത് കാറ്റഗറി 1 എന്ന് പറയുന്നത്. UP ക്ലാസ്സിൽ വരുമ്പം, അതായത് കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ UP ആണ്, 5 മുതൽ 7 വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്യാപകർക്കുള്ള കേട്ടറ്റാണ് എന്ത് കാറ്റഗറി 2 എന്ന് പറയുന്നത്. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളാണ്. 8, 9, 10 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി 3 നമുക്കുള്ളത്. അവസാനമായി നമുക്കുള്ളതാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. UP തലത്തിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഷാ അധ്യാപകരാകാൻ യോഗ്യതയുള്ളവർക്കൊക്കെ, അതുപോലെ ക്രാഫ്റ്റ്, സൂയിങ്, അങ്ങനെ ഒരുപാട് നമ്മൾ PT, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇതുപോലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേട്ടറ്റാണ് എന്ത് UP തലത്തിൽ വന്നിട്ടുള്ള. UP തലത്തിൽ അതിന് യോഗ്യത ലഭിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ കാറ്റഗറി 4 എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു പേജും കൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകൾ, കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ, കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകൾ, കാറ്റഗറി 4 ഭാഷാ അധ്യാപകർ. അതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, UP തലം വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാറ്റഗറി 4 ചെയ്യാം. മലയാളവും അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ത് കാറ്റഗറി 4 എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു സ്ലൈഡ് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ LP സ്കൂളിലാണ് നമുക്ക് സർവീസിൽ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് കാറ്റഗറി 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ LP സ്കൂളിലാണ് നിങ്ങൾക്ക് കേട്ടിട്ട് വേണ്ടത്. അതുപോലെ UP വിഭാഗത്തിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ കാറ്റഗറി 2 മാത്രമേ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കാറ്റഗറി 3 എഴുതാം. അതുപോലെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്റ്റേണൽ സബ്ജക്റ്റുകളാണെങ്കിൽ കാറ്റഗറി 4 എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഓരോ കാറ്റഗറി 1, 2, 3, 4 അതിൻ്റെതായ യോഗ്യതകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നൊരു ഭാഗം. ഏതൊക്കെ കാറ്റഗറിക്ക് ഏതൊക്കെ തരത്തിലുള്ള യോഗ്യതയാണ്? ഒന്നാമതാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ 45% ഹയർ സെക്കൻഡറി മാർക്കിൻ്റെ കൂടെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിനിങ് ടീച്ചർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, അതായത് ഹയർ സെക്കൻഡറി പ്ലസ് TTC ഓർ ഡിപ്ലോമ, അതായത് DLED എന്ന് പറയും. TTC ഇപ്പോൾ ഇല്ല, ഡിപ്ലോമ എന്ന് പറയുന്ന DLED ആണ് ഇപ്പോൾ ഉള്ളത്. +2 പ്ലസ് DLED ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറി 1 അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 45% ഹയർ സെക്കൻഡറി തത്തുല്യ പരീക്ഷയ്ക്കോടൊപ്പം NCT 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ TTC ഒക്കെ എടുത്തവർക്കും അതുപോലെ ഹയർ സെക്കൻഡറിയിൽ 45% മാർക്ക് ലഭിച്ചവർക്കും എന്ത് എഴുതാൻ പറ്റും? കാറ്റഗറി 1 എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നീട് അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 50% മാർക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ 4 വർഷം ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ BEd, അതായത് ഹയർ സെക്കൻഡറി പ്ലസ് BEd ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറി 1 എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ 50% ഹയർ സെക്കൻഡറി തത്തുല്യ പരീക്ഷയോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ഏത് തരത്തിലായിക്കോട്ടെ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. സാധാ BEdും സ്പെഷ്യൽ BEd ഉള്ളവർക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറി 1 എഴുതാൻ വേണ്ടി പറ്റും. കാറ്റഗറി 1
ഡിഗ്രി നിർബന്ധം പറയുന്നില്ല. കാറ്റഗറി 1കാർക്ക് +2 ആണ് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ പറയുന്നത്. +2ഓടൊപ്പം TTC, ഡിപ്ലോമ ഓർ BEd ഏതും ആവാം. അതിൽ ഏതു കാറ്റഗറി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറി 1 എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി 2ലേക്ക് വരുമ്പോഴാണ്. കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഡിഗ്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റഗറി 2ൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാറ്റഗറി 2 എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതുപോലെ കാറ്റഗറി 1ൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു എക്സെപ്ഷൻ കേസ് ആണ്. വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ കേട്ടിട്ട് പരീക്ഷ 1/3/2012 ആണ്. 1/3/2012 GOP 70 ജനറൽ എഡ്യൂക്കേഷൻ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്നതിന് മുമ്പ് SSLC TTC യോഗ്യത നേടിയവർക്ക്, അതായത് 2012 ഈ ഉത്തരവ് വരുന്നതിന് മുൻപേ TTC + 10th ഉള്ളവർക്ക്, അവർക്ക് മാത്രം 10th-ന്റെയും TTC-ന്റെയും മാർക്ക് ഉപയോഗിച്ച് കാറ്റഗറി 1 എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. 2012 മുൻപുള്ളവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാക്കി എല്ലാവർക്കും, അതിനുശേഷം വന്ന എല്ലാവർക്കും ഹയർ സെക്കൻഡറി ആണ് യോഗ്യതയായിട്ട് വരുന്നത്. ഇനി കാറ്റഗറി 2 നോക്കുവാണെങ്കിൽ BEd കോഴ്സ് അവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു കാര്യമാണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റഗറി 2ൽ BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലിമെന്ററി എഡ്യൂക്കേഷനിൽ ദ്വിവത്സര ഡിപ്ലോമ DLEd പാസ്സായിരിക്കണം. ഇപ്പോൾ BEd എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബിരുദം കഴിഞ്ഞാൽ മാത്രമേ BEd എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രിയും BEdും അഥവാ TTC. അപ്പോൾ ഡിഗ്രി എന്നൊരു കാര്യം കാറ്റഗറി 2ൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമാണ്. 40% BEd കോഴ്സിന് അപേക്ഷിക്കുന്ന യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചലർ ഇൻ എഡ്യൂക്കേഷൻ കൂടി ഉണ്ടാകണം. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയിൽ നമുക്ക് 41%, 45% ഡിഗ്രിക്ക് പെർസെൻറ്റേജ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അവർക്കും അതുപോലെ തന്നെ BEd ഉള്ളവർക്കും TTC ഉള്ളവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ കാറ്റഗറി 2 എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതല്ലെങ്കിൽ ഒരു കാറ്റഗറിയും കൂടി നമുക്ക് ഒരു തരത്തിലുള്ള സെക്ഷനും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഒരു 40% ഡിഗ്രിക്ക് നമുക്ക് മാർക്ക് ഇല്ല എങ്കിൽ അത് BEdന് നമ്മൾ ചേർന്നിരിക്കുന്നത് PGയുടെ മാർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, PGയുടെ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് BEdന് ചേർന്നതെങ്കിൽ ആ PGയും BEdും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാറ്റഗറി 2ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 50% ഹയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ ബാച്ചലർ ഇൻ എഡ്യൂക്കേഷൻ BEd ചെയ്യാൻ വേണ്ടി പറ്റും. 50% മാർക്ക് മതി. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ബാച്ചലർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം അവിടെ ബിരുദം എന്നൊരു കാര്യം വളരെ കൃത്യമായി പറയുന്നത് കൊണ്ടാണ്. കാരണം BEd നമുക്ക് കിട്ടണമെങ്കിൽ ബിരുദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിരുദവും BEdും അതിൻ്റെ കൂടെ ഹയർ സെക്കൻഡറിയും കൂടി കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറി 2ന് കൊടുക്കാൻ പറ്റും. 50% മാർക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ വിജയത്തോടൊപ്പം 4 വർഷം BDC BEd എഡ്യൂക്കേഷൻ, BA BEd BSc BEd എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ആയവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാറ്റഗറി 2 എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അവസാനത്തെ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞത്, കേട്ടിട്ട് കാറ്റഗറി 2 എഴുതുന്നതിന് ആവശ്യമായ മറ്റ് യോഗ്യതകളുള്ള വർഷം കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതും അംഗീകരിച്ചിട്ടുള്ള BBA ബിരുദവും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും അതോടൊപ്പം BEdും പിന്നെ നമുക്ക് TTCയോ BEdോ ആവാം, +2 ആവാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റഗറി 2ന് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അടുത്തതാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. ഈ പരീക്ഷ നടത്തുന്നത് ഏതൊക്കെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്. നിങ്ങൾക്കറിയാം ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയുമാണ് ഫിസിക്കൽ സയൻസിൽ വരുന്നത്. നാച്ചുറൽ സയൻസിലാണ് ബയോളജി വരുന്നത്. ഗണിതശാസ്ത്രം എന്നിവ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കാറ്റഗറി 3 എന്ന് പറയുന്ന പരീക്ഷ നമുക്കുള്ളത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45% BA BSc BCom യോഗ്യതയോ അതേ വിഷയത്തിലുള്ള BEd ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. സെയിം സബ്ജക്റ്റിൽ നമുക്ക് എന്തുണ്ടാവണം? BEdൻ്റെ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം. നമുക്ക് കേരളത്തിൽ പുറത്താണെങ്കിൽ ഇക്വിവാലൻസി ഉള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള ബിരുദമായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു ബിരുദം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സബ്ജക്റ്റിന് പറ്റിയ ബിരുദമോ അതിൻ്റെ പറ്റിയ തന്നെ BEdോ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അടുത്ത നോക്കിക്കേ, ബിരുദാനന്തര ബിരുദം ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ BEd അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേട്ടിട്ട് പരീക്ഷ എഴുതാവുന്നതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ബിരുദാനന്തര ബിരുദമാണ് PGക്ക് അല്ലെങ്കിൽ നമ്മൾ BEdന് നമ്മൾ മാർക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേട്ടിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ബിരുദത്തിന് മാർക്ക് തന്നെയല്ല, ബിരുദാനന്തര ബിരുദം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേട്ടിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഗണിതശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളുടെ മേൽ ഡിഗ്രി നേടിയവർക്ക് 50% കുറയാതെ അതേ വിഷയത്തിലുള്ള
MSc എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിലും കാറ്റഗറി 3 അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് അതേ വിഷയത്തിൽ തന്നെ നമുക്ക് MSc ഉണ്ടെങ്കിൽ MSc ഉണ്ടായി പോയി എന്ന് വിചാരിച്ചിട്ട് കാറ്റഗറി 3 അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റത് അങ്ങനത്തെ പ്രശ്നമില്ല. MSc ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി 3 അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സസ്യജന്തുശാസ്ത്ര വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നേടിയ ലൈഫ് സയൻസ് ഡിഗ്രി നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ജന്തുശാസ്ത്രം എന്ന് പറയുമ്പം ബയോളജിയിൽ വരുന്നത് ബോട്ടണിയും സുവോളജിയും ആണ്. ബോട്ടണി ഡിഗ്രി എടുത്തവരും ഉണ്ടാവും, സുവോളജി ഡിഗ്രി എടുത്തവരും ഉണ്ടാവും. അതിൻ്റെ കൂടെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഒരു ഡിഗ്രിയും കൂടി ഉണ്ട്, ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് സയൻസ് ഡിഗ്രി എടുത്തവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാറ്റഗറി 3 എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. 40% കുറയാതെ BA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയിൽ ജയിച്ചവർക്കും കാറ്റഗറി 3 വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി 2, 3 മുതലായവയ്ക്കൊക്കെ എന്ത് നിർബന്ധമാണ്, ഡിഗ്രി വളരെ നിർബന്ധമാണ്. ഇനി കേരള സർക്കാർ പരീക്ഷ ബോർഡ് സർവകലാശാലകൾ അംഗീകരിച്ച അധ്യാപനത്തിന് ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും കാറ്റഗറി 3 അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കേരള സർക്കാരിന്റെ ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കും അത് അപേക്ഷിക്കാവുന്നതാണ്. ഈ അപേക്ഷകർ കേരള സർക്കാർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ അംഗീകരിച്ച തത്തുല്യ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുറത്തുനിന്നാണ് ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ അതിന് തെളിയിക്കുന്ന ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിരുദം ഉപയോഗിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അംഗീകാരമുള്ള കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ വഴിയോ നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുല്യത അംഗീകാര സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കേണ്ടതാണ്. കേട്ടിട്ട് കാറ്റഗറി 2, 3 പരീക്ഷകൾക്ക് ഡിഗ്രിക്ക് 40% എന്നത് എല്ലാ വിഷയങ്ങൾക്കും കൂടി കിട്ടിയ ആകെ മാർക്കിന്റെ ശതമാനം എന്ന രീതിയിൽ കണക്കാവുന്നതാണ്. അതായത് ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രമല്ല. ഇപ്പം നമ്മളിപ്പോൾ നാച്ചുറൽ സയൻസ് അഥവാ ഫിസിക്കൽ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് ഒരു സബ്ജക്റ്റിന് മാത്രമല്ല നമ്മൾ 40% അഥവാ 50% നോക്കുന്നത്. നമ്മുടെ മുഴുവനായി നമ്മുടെ ഡിഗ്രിയുടെ എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടി ഓവറോൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ എത്ര കണക്കാക്കുന്നത്, 50% അഥവാ 40% നമ്മൾ കണക്കാക്കുന്നത്. ഇനി കാറ്റഗറി 4 ആണ് അടുത്തത് വരുന്നത്. ഈ പരീക്ഷ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, UP തലം വരെ, പ്രത്യേകമായി ശ്രദ്ധിക്കുക, UP തലം വരെ അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, കായിക അധ്യാപകർക്ക് ഹൈസ്കൂൾ തലം വരെയുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർ NCERT കുറഞ്ഞ യോഗ്യത പ്രഖ്യാപിക്കുന്നത് വരെ ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറി 4 പരീക്ഷയുള്ളത്. ഇതിൽ യോഗ്യത എന്ന് പറയുന്നത് 10/6/2024 GOS നമ്പർ പ്രകാരം ഉത്തരവ് പ്രകാരം അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, കായിക അധ്യാപകർക്കുള്ള എഡ്യൂക്കേഷണൽ ആർട്ട് ആൻഡ് റൂൾ ചാപ്റ്റർ പ്രതിപാദിക്കുന്ന യോഗ്യത നേടിയവർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാറ്റഗറി 4 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് NCERT സർവകലാശാല അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി ഇൻ ടീച്ചിങ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിപ്ലോമ ഏതെങ്കിലും സർവകലാശാല ആയിക്കാണെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാറ്റഗറി 4 അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്, നിങ്ങൾക്ക് ഇത് സൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ കേട്ടിട്ട് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റും, February 2026 നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇന്ന് മുതലാണ് അതിന്റെ സമയം തുടങ്ങുന്നത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സർവീസ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള കേഡറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫീസിന്റെ അളവ് ഇത്തിരി കൂടുതലാണ്. നമുക്കുള്ള പട്ടികജാതി SC STക്കാർക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 750 രൂപയാണെങ്കിൽ ജനറൽ കാറ്റഗറി OBCക്കൊക്കെ വരുന്ന രൂപ എന്ന് പറയുന്നത് 1000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. സർവീസ് ബാച്ചിന്റെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫീസിന് ഇളവില്ല, ഫീസ് നമുക്ക് കുറച്ചുകൂടി കൂടുതലാണ്. SC STക്കാർക്ക് 750, ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതികൾ. ഒന്നാമത്തെ കാര്യം, ഇന്ന് മുതൽ 26 മുതലാണ് നമുക്ക് എന്ത് വരുന്നത്, അപേക്ഷ നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് മുതൽ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 7/3 ആണ്. മാർച്ച് 7-നാണ് നിങ്ങൾ അവസാനമായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട്, നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിന് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. ഇതുവരെ പരീക്ഷാ തീയതികൾ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല, പിന്നീട് അറിയിക്കുന്നതാണ് പരീക്ഷാ തീയതി. ഇപ്പൊ തന്നിരിക്കുന്ന തീയതികൾ ഇതാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതൽ 26-ാം തീയതി മുതലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 7/3, മാർച്ച് 7 വരെയാണ് നിങ്ങൾക്കിത് അവസാനമായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്.
ഇനി ഇതിൽ വളരെ പ്രധാനമായും സർവീസ് ടീച്ചർക്ക് വേണ്ടിയുള്ള കേഡറ്റ് എന്ന് പറയാൻ തന്നെ കാരണം അതിലുള്ള ഈ ഒരു ഫാക്ടറാണ്. അതായത് പെൻ നമ്പർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്പാർക്കിൽ നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സ്പാർക്ക് ID നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പെൻ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ആ പെൻ നമ്പർ വളരെ അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ പെൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പെൻ നമ്പർ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തതാണ്. ചില പുതുതായി ചേർന്നിരിക്കുന്ന ടീച്ചർമാർക്ക് ചിലപ്പോൾ പെൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ടീച്ചർമാരും അതുപോലെ തന്നെ ബാക്കി എല്ലാ അധ്യാപകരും പ്രത്യേകമായി പെൻ നമ്പർ ഇല്ലാത്തവരും ഉറപ്പായും എടുത്തിരിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വിജ്ഞാപനം നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആ സൈറ്റിലെ വിജ്ഞാപനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 32ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി സാധിക്കും. പെൻ നമ്പർ ഇല്ലാത്തവരും പെൻ നമ്പർ ഉള്ളവരും എല്ലാവരും ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് നിന്ന് പൂരിപ്പിച്ച് നിങ്ങളെ കയ്യിലെടുത്ത് വെക്കേണ്ടതാണ്. നിങ്ങൾ കേഡറ്റ് ക്വാളിഫൈ ആയതിനു ശേഷം ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരിക്കും. എപ്പോൾ വെരിഫിക്കേഷന് സമയത്ത് വേണ്ടി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് വെച്ച് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ഫിക്സ് ചെയ്യണം. നിങ്ങളുടെ നമ്പർ, ഡേറ്റ്, അതുപോലെ നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക. സർട്ടിഫൈ ശ്രീമതി, നിങ്ങളുടെ പേര്, ശ്രീമാൻ ആരാണ് പേര് കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇന്ന സ്കൂളിലാണ്, നെയിം ഓഫ് ദ സ്കൂൾ ആൻഡ് സ്കൂൾ കോഡ്, ഇന്ന സ്കൂളിലാണ് വർക്ക് ചെയ്തത്, അതിൻ്റെ സ്കൂളിൻ്റെ കോഡും ചേർക്കുക. ഹാസ് ബീൻ റെഗുലർ ആയിട്ടുള്ള പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. ടെമ്പററി കട്ട് ചെയ്യുക. ഇപ്പോൾ ടെമ്പററി എംപ്ലോയി ആണെങ്കിൽ റെഗുലർ കട്ട് ചെയ്ത് ടെമ്പററി മാത്രം വെക്കുക. സിൻസ് എന്നാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ജോയിനിങ് വളരെ കൃത്യമായി നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവണം. ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ കേഡറ്റ് ഫെബ്രുവരി 2026. ഇന്ന ജനറൽ കോഡ് അനുസരിച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങളുടെ സ്കൂളിലെ HM നൽകുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണിത്. ഇത് പെൻ നമ്പർ ഉള്ളവരും അതുപോലെ ഇല്ലാത്തവരും എല്ലാ അധ്യാപകരും കൊണ്ടുവരേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ നിങ്ങളുടെ കൗണ്ടർ സൈൻ, ഹെഡ് മാസ്റ്ററിന്റെ സൈൻ ഉണ്ടാവണം. നിങ്ങൾ വളരെ കൃത്യമായി നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പെൻ നമ്പർ രേഖപ്പെടുത്തതാണ്. പെൻ നമ്പർ ലഭ്യമല്ലാത്ത അധ്യാപകർ വിജ്ഞാനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ എല്ലാവരും തന്നെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുക. എല്ലാവരും തന്നെ വളരെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വിജ്ഞാപനത്തിന് അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ, മാനേജർ എന്നിവരുടെ മേധാവിത്വരുടെ നിന്ന് വാങ്ങി സൂക്ഷിക്കുകയും വെരിഫിക്കേഷൻ സമയത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാക്കേണ്ടതുമാണ്. അപ്പോൾ പെൻ നമ്പർ ഇല്ലാത്തവർ ഉറപ്പായും ഇത് ചെയ്യണം. അതുപോലെ പെൻ നമ്പർ ഉള്ളവർ ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ആ ഒരു വിജ്ഞാപനത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ ക്വാളിഫൈ ആവുന്ന സമയത്ത് വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ ഐഡന്റിഫൈ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്നത്. അപ്പം ഇനി എത്രയാണ് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്, എത്രയാണ് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് നോക്കുക. 15/3/2017 പ്രകാരം ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ഉള്ളത് 90 മാർക്ക്, 60%. നമുക്ക് 120 ചോദ്യങ്ങളാണെങ്കിൽ അതിൻ്റെ 60% നമുക്ക് 90 മാർക്കാണ് ടോട്ടൽ എല്ലാ സബ്ജക്റ്റും കൂട്ടി നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കേഡറ്റ് പാസ്സാവുന്നതിന് വേണ്ടി SC ST OBC OEC ഇതാണ് റിസർവ്ഡ് കാറ്റഗറി. SC ST പ്രത്യേകമായി ശ്രദ്ധിക്കുക. SC ST OBC OEC ഇത്രയും 4 കാറ്റഗറിക്കാർക്ക് 51% അഥവാ 82 മാർക്കാണ് നമുക്ക് ഇതിനു വേണ്ടി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരുടെയും വേണ്ടി ശ്രദ്ധിക്കുക. ജനറലിന് 90 മാർക്ക്, 60%. അതുപോലെ SC ST OBC OECക്കാർക്ക് 82 മാർക്കുമാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ കൂടെ ടീച്ചേഴ്സ് അക്കാഡമി എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും അഡ്മിഷൻസിനും എല്ലാത്തിനും വേണ്ടിയുള്ള പുതിയ ബാച്ചുകൾ നമുക്ക് ടീച്ചേഴ്സ് അക്കാഡമിയിൽ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സിന് വേണ്ടി മാത്രം തുടങ്ങിയ ആദ്യത്തെ അക്കാഡമിയാണ് ടീച്ചേഴ്സ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസ് ബാച്ചസ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു കേഡറ്റ് ക്വാളിഫൈ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നല്ലൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക്